നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ UPI ഇടപാട് നടത്തുന്നവർ, ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾ, ഫാസ്ടാഗ് ഉടമകൾ, റുപേ ഡെബിറ്റ് കാർഡ് ഉടമകൾ, നികുതിദായകർ എന്നിവരെ ബാധിക്കുന്ന തരത്തിൽ നിരവധി സാമ്പത്തിക ബാങ്കിംഗ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സുരക്ഷാ സംവിധാനങ്ങളിൽ റിസർവ് ബാങ്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകളും ഫിഷിംഗും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ UPI, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, മൊബൈൽ വാലറ്റുകൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ഈ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം. ഇതിൽ ഏറ്റവും പ്രധാനം നിർബന്ധിത 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ആണ്. അതായത് ഇനി മുതൽ ഓരോ ഇടപാടിനും പിൻ അല്ലെങ്കിൽ പാസ്വേഡ് കൂടാതെ OTP അല്ലെങ്കിൽ ബയോമെട്രിക് അഥവാ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ID എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായുള്ള പരിശോധന ആവശ്യമായി വരും. ഇതിൽ ഒരു ഘടകം OTP പോലെ ഡൈനാമിക് ആയിരിക്കണം. അതേസമയം സാധാരണയായി നടത്തുന്ന ചെറിയ ഇടപാടുകൾ കുറഞ്ഞ പരിശോധനയും വലിയ തുകകൾക്കോ അപരിചിതമായ ഉപകരണങ്ങളിൽ നിന്നുള്ള ഇടപാടുകൾക്കോ കൂടുതൽ സുരക്ഷാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തുന്ന റിസ്ക് അധിഷ്ഠിത ഒതന്റിക്കേഷൻ രീതിയും ബാങ്കുകൾ നടപ്പിലാക്കാം. സബ്സ്ക്രിപ്ഷനുകൾക്കും EMI-കൾക്കുമായുള്ള ഓട്ടോ ഡെബിറ്റ് പേയ്മെന്റുകൾക്ക് ഇനി കൃത്യമായ ഇടവേളകളിൽ ഉപഭോക്താവിന്റെ പുനരംഗീകാരം ആവശ്യമായി വരും. സുരക്ഷാ വീഴ്ചകൾ മൂലം തട്ടിപ്പുകൾ നടന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പുകൾക്കുമായിരിക്കുമെന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകും. ഏതെങ്കിലും ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിക്കണമെന്ന് RBI നിർബന്ധിക്കുന്നില്ല എന്നതിനാൽ ബാങ്കുകൾക്ക് OTP, ബയോമെട്രിക് അല്ലെങ്കിൽ ഡിവൈസ് ബൈൻഡിംഗ് എന്നിവയിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കാം. പേയ്മെന്റ് നടപടികളിൽ ചെറിയ താമസം അനുഭവപ്പെടാമെങ്കിലും സ്വാപ്പ്, ഫിഷിംഗ് തുടങ്ങിയ തട്ടിപ്പുകളിൽ നിന്ന് രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക മേഖലയെ സംരക്ഷിക്കാൻ ഈ സെക്യൂരിറ്റി ഫസ്റ്റ് സമീപനം ഏറെ ഗുണകരമാകും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ UPI പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിസ്റ്റം ഓവർലോഡ് ഒഴിവാക്കാൻ ഒരു ആപ്പിൽ ഒരു ദിവസം പരമാവധി 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ. അതുപോലെ ഒരു UPI ആപ്പിൽ ഒരു ദിവസം ലിങ്ക് ചെയ്യാവുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം 25ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പരാജയപ്പെട്ട ഇടപാടുകളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ഇനി മുതൽ ഓരോ തവണയും 90 സെക്കൻഡ് ഇടവേള നിർബന്ധമാണ്. കൂടാതെ ഇത് പരമാവധി 3 തവണ മാത്രമേ ചെയ്യാനാകൂ. EMI, സബ്സ്ക്രിപ്ഷനുകൾ തുടങ്ങിയ ഓട്ടോ ഡെബിറ്റ് പേയ്മെന്റുകൾ സിസ്റ്റത്തിലേക്ക് തിരക്കൊഴിവാക്കാൻ രാവിലെ 10 മണിക്ക് മുൻപോ അല്ലെങ്കിൽ രാത്രി 9:30 ശേഷമോ ഉള്ള സമയങ്ങളിൽ മാത്രമായിരിക്കും ഇനി പ്രോസസ് ചെയ്യുന്നത്. അടുത്തത് ക്രെഡിറ്റ് കാർഡിലാണ്. തങ്ങളുടെ ജനപ്രിയമായ ക്യാഷ് ബാക്ക് SBI കാർഡ് നൽകുന്ന ആനുകൂല്യങ്ങൾ മാറ്റം വരുത്തുന്നതായി SBI കാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിഡംഷൻ ഘടനയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇനി മുതൽ തെരഞ്ഞെടുത്ത ക്രെഡിറ്റ് കാർഡുകളിലെ സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് റിഡംഷൻ 4000 റിവാർഡ് പോയിന്റുകളുടെ ഗുണിതങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. 2027 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഫാസ്ടാഗ് വാർഷിക പാസ് നിരക്കിലെ പരിഷ്കരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് ഇനി മുതൽ എയർപോർട്ട് ലോഞ്ചുകളിലും ട്രെയിൻ ലോഞ്ചുകളിലും പ്രവേശനം ലഭിക്കില്ല. റുപേ ഡെബിറ്റ് കാർഡുകൾ നൽകുന്ന ലോഞ്ച് ആക്സസ് ആനുകൂല്യങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച ഉപയോക്താക്കൾ വിമാനങ്ങളിലെയും റെയിൽവേകളിലെയും ലോഞ്ചുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഇത് മാറ്റം വരുത്തും. പാൻ കാർഡ് നിയമങ്ങൾ തന്നെയാണ് അടുത്തത്. അപേക്ഷകർക്ക് 2026 മാർച്ച് 31 വരെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിനായി അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇനി പാൻ കാർഡിന് അപേക്ഷിക്കാൻ അധിക രേഖകൾ ആവശ്യമായി വരും. പാൻ കാർഡിലെ നിങ്ങളുടെ പേര് ആധാർ കാർഡിനുള്ളതിന് സമാനമായിരിക്കും. അതിനാൽ അപേക്ഷകർ തങ്ങളുടെ ആധാർ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. HDFC ബാങ്ക് ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വായ്പാ നിരക്കുകൾ, സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകൾ, ATM പിൻവലിക്കൽ നിയമങ്ങൾ, ലോക്കർ ചാർജുകൾ എന്നിവയുൾപ്പെടെ തങ്ങളുടെ ഉപഭോക്താക്കളെ ബാധിക്കുന്ന നിരവധി പരിഷ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാറ്റങ്ങളിൽ ചിലത് ഇതിനകം തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. കൂടാതെ HDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ബാങ്കുകൾ ATM പണം പിൻവലിക്കാൻ നയങ്ങളിലും നിരക്കുകളിലും നിയന്ത്രണങ്ങളിലും മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതുക്കിയ ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഇന്നു മുതൽ പ്രാബല്യത്തിലുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിലെ എല്ലാ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾക്കും 2 ഫാക്ടർ ഒതന്റിക്കേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒതന്റിക്കേഷനായി പ്രത്യേക മാർഗങ്ങളൊന്നും നിർബന്ധമാക്കിയിട്ടില്ല എങ്കിലും ഡിജിറ്റൽ പേയ്മെന്റ് മേഖല നിലവിൽ SMS അടിസ്ഥാനമാക്കിയുള്ള 1 ടൈം പാസ്വേഡ് ആണ് അധിക സുരക്ഷാ മാനദണ്ഡമായി സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ ഒഴികെ മറ്റെല്ലാ നിർദ്ദേശങ്ങളും പ്രാബല്യത്തിൽ വരുമെന്ന് RBI അറിയിച്ചിട്ടുണ്ട്. 1961 ആദായ നികുതി നിയമം ഇന്നു മുതൽ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂ ഇൻകം ടാക്സ് 2025 വ്യവസ്ഥകളാണ് ഇനി ഉണ്ടാവുക. എന്നിരുന്നാലും നിലവിലുള്ള നടപടികളിൽ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ മാറ്റം ഉറപ്പാക്കുന്നതിനുമായി പഴയ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ തുടരുന്നതിനായി ചില പരിവർത്തന വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്.